ഇന്ന് ഞാൻ വിളിച്ചോടി പോകുന്നത് ഡോക്ടർ സ്റ്റോൺ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 3 10ാമത്തെ എപ്പിസോഡാണ്. സോ യൂട്യൂബിൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു പുതിയ ഫീച്ചർ വന്നിട്ടുണ്ട്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ ആൾക്കാരും എൻ്റെ വീഡിയോ മാക്സിമം ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഞാൻ പറഞ്ഞു വിഷമിക്കാതെ നമുക്ക് നേരെ ആനിമയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അതിനുള്ള ആൾക്കാരൊക്കെ സെലക്ഷന് വേണ്ടി പോവുകയാണ്. പിന്നെ നമ്മുടെ സേക്ക് ആണെങ്കിൽ എന്തോ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സെലക്ഷന് വേണ്ടി അവർ പോയിട്ടുണ്ട്, നമുക്ക് പോകാൻ വേണ്ടിയുള്ള സമയമായി എന്ന് നമ്മുടെ ഗെന്ന് പറയുന്ന സമയത്ത് അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയധികം വേഗത്തിൽ ഈ സാധനം ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മുടെ സേക്ക് പറയുന്നു. ആ സാധനം നമ്മുടെ സീംകയുടെ ചെവിയിലേക്ക് വെക്കുകയാണ്. എന്ന് പറയുന്നത് കമ്മലാണെന്ന് വിചാരിക്കും, പക്ഷെ അതൊരു പോഡ് പോലത്തെ സാധനമാണ്. ആ റെഡ് ക്രിസ്റ്റൽസും കൂടി യൂസ് ചെയ്തിട്ടാണ് ഈ സാധനം ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ സേക്ക് പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആൾക്കാർ പോയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലേക്ക് ചിപ്പ് കയറ്റിയിട്ടുണ്ടോ എന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒരു റോക്ക് ആണെന്ന് നമ്മുടെ സേക്ക് പറയുന്നു. വിഷയം അപ്പം ഇതിന്റെ ബാറ്ററി എന്ത് ചെയ്യും, ബാറ്ററിയും ഇല്ല, ഇത് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ആകും എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സമയമല്ല, അവരുടെ സെലക്ഷൻ ഇപ്പൊ തന്നെ കഴിഞ്ഞു കാണും. നോക്കുന്ന സമയത്ത് അവർ വിട്ട 3 പേരും അതിൽ സെലക്ട് ആവുകയാണ്. നമ്മുടെ സോയോസ് ആണെങ്കിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ഇയർ പീസ് നമ്മുടെ കൊഹാക്കോന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടുടനെ നമ്മുടെ കൊഹാക്കോ അത് കറക്റ്റ് ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്യുകയാണ്. ഇവരാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സമയം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കൊഹാക്കോ, നിനക്ക് കേൾക്കാവോ? ഞാൻ ചോദിക്കുന്നത് ക്യൂട്ടായിട്ടുള്ള ആളിനോടാണ്. അതിന് വർക്കാകുന്നെന്ന് പറഞ്ഞ് എല്ലാ ആൾക്കാരും ഒരുപാട് സന്തോഷിക്കുകയാണ്. പിന്നെ ഞാൻ മുന്നിൽ കാണുന്ന സമയത്ത് അവനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് നമ്മുടെ കൊഹാക്കോ മനസ്സിൽ വിചാരിക്കുകയാണ്. നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വീക ചോദിക്കുകയാണ്. വെരിഫിക്കേഷൻ ടീമിന്റെ അതിലെ ഗിരിസ്വാമി എന്ന് പറഞ്ഞ ആൾ അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കളിക്കേണ്ടത് വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം. വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അവർ കുളിക്കാൻ നേരത്ത് പോലും അവരുടെ കൂടാണ് വെക്കുന്നത്. ഒരു ദിവസം അവരുടെ കയ്യിൽ ഇല്ലാത്തതായിട്ട് നമുക്ക് കിട്ടും, അതാണ് നമ്മുടെ ചാൻസ് എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. എന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുന്ന സമയത്ത് അത് എയറിലേക്ക് അവൾ എറിയുന്ന സമയത്താണ് എന്ന് നമ്മുടെ സേക്ക് പറയുന്നു. കയറുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഗീണർ ചോദിക്കുകയാണ്. എന്ത് ചെയ്യാൻ? ആ ഗിരിസ്വാമിനെ അടിച്ചിട്ട് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ പെട്രിഫിക്കേഷൻ ലൈറ്റ് നമ്മൾ എടുക്കണം എന്ന് നമ്മുടെ കൊഹാക്കോ അലച്ചങ്ങ് പറയുകയാണ്. വളരെയധികം ഡേഞ്ചറസ് ആണ് എന്ന് നമ്മുടെ ജീനർ പറയുകയാണ്. സോ ഇത് കേട്ട പറയുകയാണ്, ഞാനും ഈ സെയിം പ്ലാൻ തന്നെ ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്, പക്ഷേ അത് വളരെയധികം കെയർഫുൾ ആയിട്ട് ചെയ്യണം. നമ്മുടെ സേക്കും ബാക്കിയുള്ളവർ കോൺടാക്ട് ചെയ്യുന്നത് അവരും കൂടെ കേൾക്കുകയാണ്. സോ ദൂരത്ത് നിന്ന് ഇവരെങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമാരലിസിസ് ഞെട്ടുകയാണ്. സയൻസ് ടീം പറയുന്നത് പോലെ വേണം നിങ്ങളുടെ ഓരോ ചുവടും നിങ്ങൾ വെക്കാൻ വേണ്ടി. സയൻസ് ടീം, സ്പൈ ടീം എന്ന് പറഞ്ഞ് ഞാൻ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ വെളിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾ എങ്ങനെയെങ്കിലും കിരസാമിനെ ദേഷ്യപ്പെടുത്തിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ബീം യൂസ് ചെയ്യുന്നത് പോലെ ആക്കണം. സോ അന്നേരമാണ് ഞങ്ങളുടെ സമയം. പറയുന്നത് എനിക്ക് കേൾക്കാം, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്യാം എന്ന് നമ്മുടെ കൊഹാക്കു പറയുകയാണ്. അതിലേക്ക് എറിയുന്ന സാധനം എങ്ങനെ അടിച്ച് തറയിലിടുമെന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുകയാണ്. പെട്രിഫിക്കേഷൻ ബീം എയർ വെച്ചാണ് അവൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാറ് എയറിലായിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡ്രോൺ ആണ്. ഡ്രോണോ എന്നുമായിട്ട് നമ്മുടെ ഗെന്ന് ഷോക്ക് ആകുകയാണ്. എന്ന് പറയുന്നത് ബാലൻസ് ചെയ്ത് നടക്കുന്ന ഒരു സാധനമല്ലേ, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ആ സാധനം തട്ടിയിടാൻ വേണ്ടി പോകുന്നത്? കൊച്ചു വയസ്സിലായ സമയത്ത് തന്നെ ഈ കാര്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും എന്നുകൊണ്ട് നമ്മുടെ സേക്ക് ഒരു സാധനം കണ്ടുപിടിക്കുകയാണ്. ആ സാധനത്തിന്റെ അതിൽ കോപ്പർ വയർ ചുറ്റിയിട്ട് നമ്മുടെ സേക്ക് ആണെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് അത് ഇലക്ട്രോ മാഗ്നറ്റിക് ആക്കുകയാണ്. എനിക്ക് നേരത്തെ തന്നെ അറിയാം എന്ന് നമ്മുടെ ഗെന്ന് പറയുകയാണ്. നടുക്കും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വെച്ചാൽ അത് റിപ്പൽ ആകുന്നത് പോലെ ആകും. അതിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രോണിന് വേണ്ടി ഒരു മോട്ടർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ സേക്ക് പറയുകയാണ്, അടുത്തത് നമ്മൾ ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുന്ന സമയത്ത് ഇതുപോക്ക് നമ്മൾ ചുറ്റിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നു. ഡ്രോൺ പറക്കുന്നതിന് നമുക്ക് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സാധനം വേണം, അതിനുവേണ്ടി നമ്മൾ ഒരുപാടധികം വയർ ചുറ്റണം എന്ന് നമ്മുടെ സേക്ക് പറയുകയാണ്. അങ്ങനെ നമ്മുടെ കൊഹാക്കും ബാക്കിയുള്ളവരും കൂടെ എനിമിയുടെ ബേസിലേക്ക് കയറുകയാണ്. സോ ഇതാണോ എനിമിയുടെ ബേസ് എന്നുമായിട്ട് നമ്മുടെ കൊഹാക്കു നല്ല രീതിയിൽ തന്നെ നിരീക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞ സമയത്ത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഇവർ പ്രതീക്ഷിച്ചത്. നോക്കുന്ന സമയത്ത് സ്റ്റോണേജ് കാലത്തിലുള്ള വീട് പോലത്തെ സംഭവങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു സ്റ്റോണേജ് കാലത്തെ ആൾക്കാരെ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കിടെക്ചേഴ്സ് ഒന്നും ഇവർക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഇതന്നെ നമ്മുടെ ബാർക്കാണെങ്കിൽ മാസ്റ്ററിന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ എല്ലാ പെണ്ണുങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. പെണ്ണിനെ എടുത്തോണ്ട് പോയവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടത്തില്ല എന്നുമായിട്ട് ഒരു സ്റ്റാച്ചു തന്നെ നശിപ്പിക്കുകയാണ്. പെണ്ണിനെ ഇവർ തൂക്കിക്കൊണ്ട് വന്നു. സോ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന ഒരുത്തനെ കല്ലാക്കി മാറ്റിയതാണെന്ന് അവൻ പറയുന്നു. ആർക്ക് തടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്ന് ആ മസിലൊക്കെ ഉള്ളവൻ പറയുകയാണ്. ഇതിനൊക്കെ ടൈറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ്. നമ്മൾ ഇങ്ങനെ വന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ് എന്ന് നമ്മുടെ കൊഹാക്കു പറയുകയാണ്. ഇരിക്കുന്ന സ്ഥലത്തായിരിക്കും മാസ്റ്റർ ഉള്ളത് എന്നുമായിട്ട് നമ്മുടെ കൊഹാക്കു മേളിലേക്ക് നോക്കുകയാണ്. സമയത്തായിരുന്നു നമ്മുടെ കൊഹാക്കു എന്തൊരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്. അമാരലിസിസ്, എനിക്ക് നീ 15 സെക്കൻഡ് എടുത്ത് തരണം, ഞാൻ നോക്കിക്കോളാം എന്നുമായിട്ട് നമ്മുടെ അമാരലിസിസ് അവരെ വശീകരിക്കാൻ വേണ്ടി പോകുന്നു. ഇത് പൊക്കത്തെ മസിൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഞാൻ ഇത് തൊട്ട് നോക്കിക്കോട്ടെ എന്നുമായിട്ട് അവന്റെ മസിലേക്ക് തൊടുകയാണ്. ഈ മസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടി തൊടാൻ വേണ്ടി മാത്രമാണ്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമാരലിസിനെ ആ ഗാർഡ്സ് നോക്കുകയാണ്. നിങ്ങളുടെ മസിലും സൂപ്പർ ആയിട്ട് തന്നെയുണ്ട്. ഇങ്ങനത്തെ മസിലുള്ള ആൾക്കാരെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല. അവന്മാരുടെ ഹൃദയം തകർന്നു പോവുകയാണ്. ഈ പെണ്ണുങ്ങളൊക്കെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചീണർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സംഭവിച്ചത്. വെക്ടറിക്കിടക്ക് ഇവിടെ തന്നെയാണ് ഉള്ളത്. നമ്മുടെ കിരസാമി നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു വരികയാണ്.
ഇത് പറയുന്നത് നമ്മുടെ അമാരലിസസ് ടെൻഷൻ അടിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് നമ്മുടെ കൊഹാക്കോ കറക്റ്റ് ആയിട്ട് തന്നെ വരികയാണ്. ഇടയ്ക്ക് ഞാൻ കണ്ടുപിടിച്ചു എന്ന് നമ്മുടെ കൊഹാക്കോ അവരോട് വന്ന് പറയുകയാണ്. പാലസിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് ആയിട്ട് നടക്കാൻ വേണ്ടി അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് നമ്മുടെ ജീൻറോയ്ക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ആദ്യം തന്നെ വേണ്ടത് ഡിസിപ്ലിൻ ആണ്. നീ എന്ത് തേങ്ങയാണ് കാണിക്കുന്നതെന്ന് വേണ്ടി നമ്മുടെ ജീൻറോനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഠിപ്പിക്കുന്നവൻ തന്നെ അവർ ഉണ്ടാക്കിയ മോട്ടർ ആണെങ്കിൽ ചെറിയൊരു കാറിനകത്തിലിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. വളരെയധികം കിടിലായിട്ട് തന്നെ ഓടുന്നുണ്ട്. നമ്മുടെ ഒരു ഐഡിയ കിട്ടുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് സയൻസിന്റെ എലികളെ അയച്ചിട്ടുണ്ട്. സമയത്ത് തന്നെ അവർ ഉണ്ടാക്കിയ കാറാണെങ്കിൽ വില്ലേജിലേക്ക് അയക്കുകയാണ്. ആളുകളൊക്കെ ആണെങ്കിൽ എലി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മോട്ടറിനെ കുറിച്ച് അറിയാത്തത് നല്ല കാര്യം തന്നെയാണ് എന്ന് നമ്മുടെ ഗെന്നി പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ കൊഹാക്കോ ആണെങ്കിൽ ആ എലിയെ പിടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലേഡി അങ്ങോട്ട് വരികയാണ്. ഇവളോട്ടൊരു എലി വന്നു, ആ എലിനെ പിടിച്ചത് കൊഹാക്കോ ആണ് എന്ന് നമ്മുടെ അമാരലിസസ് പറയുകയാണ്. ഞാൻ ഈ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിക്കുകയാണ്. ഈ എപ്പിസോഡ് ഞാൻ 2 പാർട്ടാണ് ചെയ്യുന്നത്. സോ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എക്സ്പ്ലനേഷൻ തുടങ്ങിയ സമയത്ത് എന്ന് വെച്ചാൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തുമ്മലൊക്കെ വരുന്നു. എനിക്ക് വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. അടുത്ത തുമ്മലും വന്നിട്ട് പോയി ഗൈസ്, എനിക്ക് വയ്യ ഗൈസ്, റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് തുമ്മൽ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ച് നേരം കയറി കിടക്കാൻ പോവാം. സോ ഈ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ വെരി സോറി, ഞാൻ നിങ്ങളെ ഒരു വല്ലാത്തൊരു പോയിന്റിൽ കൊണ്ടുപോയിട്ടാണ് ഈ എപ്പിസോഡ് നിർത്തിയേക്കുന്നത്. അതുമാത്രമല്ല തുടക്കവും പറഞ്ഞില്ല. സോ വെരി സോറി ഫോർ ദാറ്റ്. പിന്നെ അടുത്ത ദിവസം ബാക്കി അപ്ലോഡ് ചെയ്യാം. ബൈ.